സ്റ്റുഡൻസ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠമായ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് സംസാരിച്ച രണ്ട് ടോപ്പിക്കുകൾ മാത്രമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് ഡയോഡ് ആസ് എ റെക്ടിഫയറും രണ്ടാമത്തെ ടോപ്പിക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമാണ്. വളരെ സിമ്പിളായി സംസാരിച്ചു പോകാൻ പറ്റുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ളൂ. എങ്കിലും ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഞാൻ പൊതുവായ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഡയോഡ്, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് തുടങ്ങിയ വാക്കുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. സെമി കണ്ടക്ടർ എന്താണ് എന്നുള്ളതാണ് ആദ്യമായി പറയുന്നത്. മെറ്റീരിയലുകളെ അവയുടെ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇൻസുലേറ്ററുകൾ, സെമി കണ്ടക്ടറുകൾ, കണ്ടക്ടറുകൾ. വൈദ്യുതിയെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. വൈദ്യുതിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റർ ആയിട്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് കണ്ടക്ടറിന്റെ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ. പീരിയോഡിക് ടേബിളിൽ 14th ഗ്രൂപ്പ് എലിമെന്റ്സ് അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് എലിമെന്റ്സ് ആയി വരുന്ന കാർബൺ, സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ പദാർത്ഥങ്ങളാണ് പ്രധാനമായിട്ടും സെമി കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയ പദാർത്ഥങ്ങളാണ് സെമി കണ്ടക്ടറിന്റെ സ്വഭാവത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു സെമി കണ്ടക്ടറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുകളാണുള്ളത്. ഈ 4 ഇലക്ട്രോണുകൾ തൊട്ടടുത്തിരിക്കുന്ന അതേ ടൈപ്പ് ആറ്റങ്ങളുമായി കൊവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് സിലിക്കണും ജെർമേനിയം എല്ലാം ഇരിക്കുന്നത്. ഈ സിലിക്കണും ജെർമേനിയം എല്ലാം നോർമലി താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസ് എല്ലാം ഇരിക്കുന്നത് ബോണ്ടിന്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി തീരെ ഉണ്ടാവില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഇലക്ട്രോൺസ് സ്വതന്ത്രമാക്കപ്പെടുകയും മെല്ലെ മെല്ലെ നല്ല കണ്ടക്ടറിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. ഒരു സെമി കണ്ടക്ടറിലെ ചാർജിനെ കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും 2 ആളുകളാണ്. ഒരു മെറ്റലിൽ ചാർജിനെ കൊണ്ടുപോകുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണിന്റെ കൂടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതിനെ നമ്മൾ ഹോൾസ് എന്നാണ് വിളിക്കുക. അങ്ങനെ പോസിറ്റീവ് ചാർജാണ് ഹോളിന് വരുന്നത്. ഈ പോസിറ്റീവ് ചാർജുള്ള ഹോളുകളുടെ മൂവ്മെന്റും ഇലക്ട്രോണിന്റെ മൂവ്മെന്റും കൂടി ചേർന്നായിട്ടാണ് സെമി കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മെറ്റൽസിൽ നിന്ന് വ്യത്യസ്തമായി സെമി കണ്ടക്ടറിൽ അവിടെ ഇലക്ട്രോണിക് കറന്റും ഉണ്ട്, ഹോൾ കറന്റും ഉണ്ട്. ഒരു മെറ്റലിൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ മാത്രമാണ് കറണ്ട് തരുന്നത്. നോക്കൂ, ഒരു സെമി കണ്ടക്ടറെ അതിന്റെ ഏറ്റവും പ്യുവർ ഫോമിൽ നമ്മൾ വിളിക്കുക ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നാണ്. എന്നാൽ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് നമ്മൾ അതിലേക്ക് തൊട്ടടുത്ത ഗ്രൂപ്പിലെ എലിമെന്റുകൾ ആഡ് ചെയ്യാറുണ്ട്. 14ാം ഗ്രൂപ്പിലേക്ക് 15ാം ഗ്രൂപ്പിലെ എലിമെന്റ് ആഡ് ചെയ്താൽ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് എണ്ണം ഒരുപാടുണ്ടായിരിക്കും. അത്ര സെമി കണ്ടക്ടറുകൾ വിളിക്കുക എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആഡ് ചെയ്യുന്ന 15th ഗ്രൂപ്പ് എലിമെന്റ് നമ്മൾ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. പ്രോസസ്സിനെ ഡോപ്പിംഗ് എന്ന് വിളിക്കും. ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിനെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. അതേപോലെ ചിലപ്പോൾ നിങ്ങൾ 14th ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് തൊട്ട് പുറകിലുള്ള 13th ഗ്രൂപ്പ് എലിമെന്റുകളായി. അങ്ങനെ 13th ഗ്രൂപ്പ് എലിമെന്റുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ പോസിറ്റീവ് ചാർജുകൾ, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആള് വളരെ കൂടുതലായിരിക്കും. ഹോളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഹോളിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുകൾ കൂടുതലുള്ള അത്തരം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഹോൾസ് ഒരുപാടുണ്ടായിരിക്കും. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസും ഒരുപാടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെയും ഒരു എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെയും കൂടിയും ഉരുക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ യോജിപ്പിച്ച് കിട്ടുന്ന പി ടൈപ്പ് എൻ ടൈപ്പ് ജംഗ്ഷൻ വരുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്യുന്ന സമയത്ത് ആ ജംഗ്ഷനിൽ, ഉരുക്കി ചേർക്കുന്ന ജംഗ്ഷനിൽ ചാർജുകൾ എൻ സൈഡിൽ നിന്ന് പി റീജിയനിലേക്കും ഹോളുകൾ പി റീജിയനിൽ എൻ സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുകയും ജംഗ്ഷനിൽ പെട്ടെന്ന് ചാർജ് കാരിയേഴ്സിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് ചാർജ് ഇല്ലാത്തൊരു സ്ഥലം ജംഗ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ചാർജ് ഇല്ലാത്ത സ്ഥലത്തെ വിളിക്കുക ഡിപ്ലീഷൻ ലെയർ എന്നാണ്. അതൊരു തടസ്സം പോലെ, ഒരു ബാരിയർ പോലെ നിൽക്കുന്നത് കൊണ്ട് അതിനെ പൊട്ടൻഷ്യൽ ബാരിയർ എന്നൊക്കെ വിളിക്കും. നോക്കൂ, ഈ തടസ്സം പിന്നീട് അപ്പുറത്തെ സൈഡിലുള്ള ചാർജ് കാരിയേഴ്സിന്റെ ജംഗ്ഷൻ അക്രോസുള്ള മൂവ്മെന്റ് തടസ്സപ്പെടുത്തും.
അതുകൊണ്ട് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പ്രത്യേകത നടുക്ക് ഒരു തടയണ പോലെ, ഒരു ജംഗ്ഷൻ പോലെ ഒരു പാർട്ട്, രണ്ട് സൈഡിൽ ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന ചാർജ് കാരിയേഴ്സ് എന്നുള്ളതാണ്. പക്ഷെ ഒഴുകാൻ പറ്റില്ല നോർമലി, കാരണം ഈ തടസ്സത്തിന്റെ വലിപ്പം അത്യാവശ്യം വോൾട്ടേജ് ഉള്ളത് കൊണ്ട് നോർമലി അവർക്ക് ജംഗ്ഷൻ അക്രോസ് ഉള്ള ഒരു മൂവ്മെന്റ് പോസിബിൾ ആവില്ല. എന്നാൽ ഇവയ്ക്ക് മൂവ്മെന്റ് പോസിബിൾ ആവാൻ വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് സോഴ്സ്, എനർജി സോഴ്സ് കൊടുക്കാം, ബാറ്ററി കൊടുക്കാം. ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിന് ബാറ്ററി കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയാസിംഗ്. അങ്ങനെ ഒരു ബാറ്ററി കൊടുക്കുമ്പോൾ രണ്ട് തരത്തിൽ ബാറ്ററിയെ കണക്ട് ചെയ്യും. ഒന്ന്, ഡയോഡിന്റെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പി റീജിയൻ പോസിറ്റീവിനോടും എൻ റീജിയൻ നെഗറ്റീവിനോടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ബയാസിംഗിൽ ജംഗ്ഷൻ അക്രോസ് ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാനുള്ള ശക്തി ലഭിക്കും. ചുരുക്കി പറഞ്ഞ ഡയോഡിലൂടെ കറണ്ട് പോകും. ഡയോഡിലൂടെ കറണ്ട് പോകുന്ന ബയാസിംഗിന് വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിംഗ്. ആ ഫോർവേഡ് ബയാസിംഗ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിത്രം ഇതുപോലെ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ജംഗ്ഷൻ, പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ചിത്രം. ഇതില് ഈ റീജിയനെ പി റീജിയൻ എന്നും ഈ റീജിയനെ എൻ റീജിയൻ എന്നും വിളിക്കും. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ബാറ്ററി കൊടുക്കുന്ന പ്രോസസ്സാണ് ബയാസിംഗ്. ബാറ്ററി ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് പി റീജിയനോടും നെഗറ്റീവ് എൻ റീജിയനോടും കൊടുത്ത് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, വേരി ചെയ്താൽ, നോക്കൂ, ഇത് ഈ ജംഗ്ഷൻ അക്രോസ് ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് സൃഷ്ടിച്ചു. ഈ ബയാസിംഗിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിൽ ജംഗ്ഷൻ അക്രോസ് കറന്റ് ഫ്ലോ ചെയ്യും. അതേസമയം ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന കണക്ഷൻ തിരിച്ചും കൊടുക്കാം. പോസിറ്റീവ് എൻ റീജിയനോടും നെഗറ്റീവ് പി റീജിയനോടും കൂടി കൊടുക്കാം. ഈ രീതിയിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജംഗ്ഷൻ അക്രോസ് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് കറന്റ് ഒഴുകില്ല. കറന്റ് ഒഴുകാത്ത ഈ രീതിയിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് 2 ടെർമിനൽ ഡിവൈസ് ആണ്. 2 ടെർമിനൽ അതിനുള്ളൂ. ആ ഇലക്ട്രോണിക്സിൽ ആദ്യത്തെ ഡിവൈസുമാണ്. അതിന് ബാറ്ററി കൊടുത്താൽ രണ്ട് രീതിയിൽ കൊടുക്കാം. ഫോർവേഡ് ബയാസിംഗ് വരുന്ന രീതിയിലും കൊടുക്കാം, റിവേഴ്സ് ബയാസിംഗ് വരുന്ന രീതിയിലും കൊടുക്കാം. ഫോർവേഡ് ബയാസിംഗ് വന്നാൽ കറണ്ട് ഒഴുകും. റിവേഴ്സ് ബയാസിംഗ് വന്നാൽ ആ ജംഗ്ഷൻ അക്രോസ് കറന്റ് ഫ്ലോ ചെയ്യില്ല. ഇത്രയും ഭാഗം നമ്മുടെ ടോപ്പിക്കിന് മുന്നേയുള്ള കാര്യങ്ങളാണ്. ഈ സെമി കണ്ടക്ടർ ഡയോഡിന് ഇലക്ട്രോണിക്സിലെ ഒന്നാമത്തെ ഡിവൈസിന് റെക്ടിഫയർ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ടോപ്പിക്. എങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടർ ഡയോഡ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്, ഒരു അറേഞ്ച്മെന്റ് ആണ്. AC കൊടുത്താൽ പുറത്തേക്ക് DC ആക്കി തരുന്ന ഡിവൈസുകളെ, അറേഞ്ച്മെന്റുകളെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. Rectifier is a device that converts alternating current into direct current, alternating voltage into direct voltage. AC-യെ DC ആക്കി തരുന്ന ഇലക്ട്രോണിക് ഡിവൈസിന്റെ പേരാണ് റെക്ടിഫയർ. നോക്കൂ, ഒരു PN ജംഗ്ഷൻ ഡയോഡിന് റെക്ടിഫയർ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു AC എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ വോൾട്ടേജ് ഇത് ടൈം ആയിട്ട് വരച്ചാൽ AC-ക്ക് പോസിറ്റീവ് ഹാഫും ഉണ്ട്, AC-ക്ക് നെഗറ്റീവ് ഹാഫും ഉണ്ട്. വില നിരന്തരം മാറുന്നു, ഡയറക്ഷൻ പീരിയോഡിക്കലായി മാറുന്ന ഒരു സിഗ്നലാണ്. ഇങ്ങനെയുള്ള ഒരു AC ഒരു റെക്ടിഫയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഈ AC-യുടെ ഒരു ഭാഗം മാത്രം പുറത്തേക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ AC സിഗ്നലിന്റെ ഒരു ഹാഫിനെ മാത്രം റെക്ടിഫൈ ചെയ്ത് പുറത്തേക്ക് DC ആക്കി തന്നാൽ അത്തരം റെക്ടിഫയറുകളെ വിളിക്കുക ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അതേസമയം AC-യുടെ രണ്ട് ഹാഫുകളെയും ഒരു സൈഡിലേക്ക് മാറ്റി കൊണ്ടുവരുവാൻ രണ്ട് ഡയോഡുകൾ വെച്ച് സാധിക്കാറുണ്ട്. അപ്പൊ പോസിറ്റീവ് ഹാഫും കിട്ടും, താഴേക്ക് മുറിഞ്ഞു പോയ നെഗറ്റീവ് ഹാഫും കൂടി പോസിറ്റീവിലേക്ക് വരും. അങ്ങനെ AC-യുടെ രണ്ട് ഹാഫിനെയും കൂടി പുറത്തേക്ക് പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന റെക്ടിഫയറുകളെ വിളിക്കുന്ന പേരാണ് ഫുൾ വേവ് റെക്ടിഫയർ. ദാറ്റ് മീൻസ് റെക്ടിഫയർ ഈസ് ഓഫ് ടു ടൈപ്സ്, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. എങ്ങനെയാണ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡയോഡ് ആസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. എങ്ങനെയാണ് ഡയോഡ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആയി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കൂ, ഇതാണ് നമ്മൾ 230 വോൾട്ട് വരുന്ന AC. ഈ AC-യെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 6-12 വോൾട്ടാക്കി നമ്മൾ താഴ്ത്തും.
AC തന്നെയാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ആ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്ന വോൾട്ടേജിനെ ഒരു ഡയോഡിലേക്ക് കണക്ട് ചെയ്താൽ ഡയോഡിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന ഒരു സജ്ജീകരണം കൊടുത്താൽ ആ റെസിസ്റ്റൻസിന് അക്രോസ് കറണ്ട് ഒഴുകിയാൽ അവിടെ ഒരു എനർജി ഡ്രോപ്പ് ഉണ്ടാവും. അതിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് PD എന്ന് വിളിക്കുന്നത്. ആ PDയെ നമ്മൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പിനെ നമ്മൾ അളന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജിന്റെ ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. നോക്കൂ, ഡയോഡിന് D1 എന്ന് പേര് കൊടുത്തിട്ട് അതിന് അക്രോസ് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് RL എന്നാണ് കൊടുത്തുള്ളത്. ലോഡ് റെസിസ്റ്റൻസ് എന്നതിന്റെ സിമ്പിൾ ആണ്. കാരണം വോൾട്ടേജ് അളക്കണമെങ്കിൽ ഒരു റെസിസ്റ്റൻസിന് അക്രോസ് നമ്മൾ അളക്കാൻ പറ്റുകയുള്ളൂ. നോക്കുക, AC നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു 6 വോൾട്ട് വന്നു എന്ന് വിചാരിക്കുക. AC ആണ് കേട്ടോ. AC അതിന്റെ ഡയറക്ഷൻ പീരിയോഡിക്കലായി മാറ്റിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്. അപ്പൊ ആദ്യത്തെ ഹാഫിൽ ഈ ഭാഗം പോസിറ്റീവും ഈ ഭാഗം നെഗറ്റീവുമാണ് വരുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഡയോഡിന്റെ P റീജിയൻ ഇതാണല്ലോ. P റീജിയൻ പോസിറ്റീവ് ടെർമിനലിനോടും ഹയർ പൊട്ടൻഷ്യലിനോടും N റീജിയൻ ഈ റെസിസ്റ്റൻസിലൂടെ ലോവർ പൊട്ടൻഷ്യലിലേക്കുമാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. P റീജിയൻ പോസിറ്റീവിനോടും N റീജിയൻ നെഗറ്റീവിനോടും കണക്ഷൻ വന്നാൽ അത് ഫോർവേഡ് ബയാസ് ആയി. ഫോർവേഡ് ബയാസ് സമയത്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് റെസിസ്റ്റൻസിലൂടെ പോകുമ്പോൾ വോൾട്ടേജ് ആയിട്ട് നമുക്ക് അളക്കാം. വോൾട്ടേജ് അളന്നാൽ ACയുടെ ആദ്യത്തെ ഹാഫിൽ ഡയോഡിലൂടെ കറന്റ് പാസ് ചെയ്യുകയും റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് ലഭിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി നിങ്ങൾ കൊടുത്ത ACയുടെ ആദ്യത്തെ ഹാഫ് പുറത്തേക്ക് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അടുത്ത ഹാഫ് എത്തുമ്പോൾ, നെഗറ്റീവ് ഹാഫ് എത്തുമ്പോൾ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന ഭാഗം നെഗറ്റീവായി മാറും. നെഗറ്റീവ് എന്ന് പറയുന്ന ഭാഗം എന്താവും? പോസിറ്റീവ്. ഇപ്പൊ ഡയോഡിന്റെ കണക്ഷൻ P റീജിയൻ ലോവർ പൊട്ടൻഷ്യലിനോടും N റീജിയൻ ഹയർ പൊട്ടൻഷ്യലിനോടുമാണ്. P റീജിയൻ നെഗറ്റീവിനോടും N റീജിയൻ പോസിറ്റീവിനോടും. ദാറ്റ് മീൻസ് ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ ഡയോഡിലൂടെ കറന്റ് പാസ് ചെയ്യില്ല. അതിന്റെ അർത്ഥം റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഇല്ല. അതിന്റെ അർത്ഥം അതിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് ഹാഫ് വരുമ്പോ ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 0. ഈ ഭാഗത്തേക്ക് വരുന്ന ഹാഫ് കട്ട് ഓഫ് ആയിട്ടുണ്ടാവും. നമുക്ക് പുറത്തേക്ക് വോൾട്ടേജ് കിട്ടില്ല. സോ നെഗറ്റീവ് ഹാഫ് ഈസ് കട്ട് ഓഫ്. വീണ്ടും അടുത്ത സൈക്കിളിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നേരത്തെ പറഞ്ഞ സംഭവം നടക്കും. ഇതിന് അക്രോസ് വോൾട്ടേജ് കിട്ടും, അടുത്ത ഹാഫ് കിട്ടും. നെഗറ്റീവ് ഹാഫ് എത്തുമ്പോൾ കട്ട് ഓഫ് ആവും. വീണ്ടും പോസിറ്റീവ് ഹാഫ് വരുമ്പോൾ പുറത്തേക്ക് വോൾട്ടേജ്. ചുരുക്കി പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് വരുന്നത് ACയുടെ പോസിറ്റീവ് ഹാഫ് P റീജിയനോട് കണക്ഷൻ വരുമ്പോൾ മാത്രമായിരിക്കും. അതിന്റെ ഫലമായി ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ഹാഫിൽ മാത്രം വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജിന് കിട്ടും. ഏതെങ്കിലും ഒരു സൈഡ് മാത്രമുള്ള വോൾട്ടേജിനെ കറണ്ടിനെ നമ്മൾ വിളിക്കുക DC എന്നാണ്. ദാറ്റ് മീൻസ് യു ഗിവ് AC, നെഗറ്റീവ് ഈസ് കട്ട് ഓഫ് and you get a DC voltage. This diode convert one half of AC into DC. So this is called an half wave rectifier. നിങ്ങൾ കൊടുത്തിരിക്കുന്ന AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം 50 തവണ ഒരു സെക്കൻഡിൽ പോസിറ്റീവ് പീക്കിനെ കാണാം എന്നാണ്. അല്ലെങ്കിൽ 50 തവണ നെഗറ്റീവ് പീക്കിനെ കാണാം എന്നാണ്. നിങ്ങൾ പുറമേക്ക് വരുന്ന DCയുടെ ഫ്ലക്ച്വേറ്റിംഗ് DC ആണ് കേട്ടോ. ബാറ്ററി വോൾട്ടേജ് അല്ല, അത് ഫ്ലക്ച്വേഷൻ ഉണ്ട്, പക്ഷെ പോസിറ്റീവ് സൈഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് DC എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ എത്ര പോസിറ്റീവ് പീക്കിനെ കിട്ടും? 50 പോസിറ്റീവ് പീക്കിനെ തന്നെ കിട്ടും. അതിന്റെ അർത്ഥം നിങ്ങൾ കൊടുത്തിരിക്കുന്ന 50 ഹെർട്സ് ആണെങ്കിൽ ഇവിടെ വരുന്ന DC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എത്ര തന്നെയാണ്? 50 ഹെർട്സ് ആണ്. അപ്പൊ ഇൻപുട്ട് ഫ്രീക്വൻസി 50 ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 50 ആണ്. They are equal. That means frequency out is equal to frequency in half wave rectifier. Okay. A rectifier that convert one half of AC into a DC is called half wave rectifier. A single diode can act as an half wave rectifier. Okay. And note the frequency relation. Diode as a full wave rectifier. A rectifier that convert both half of AC into DC is called a full wave rectifier. ഒരു റെക്ടിഫയർ ഒരു ACയുടെ രണ്ട് ഭാഗത്തെയും പുറത്തേക്ക് ഒരു സൈഡിലേക്ക് DC ആക്കി മാറ്റി തരുന്നുണ്ടെങ്കിൽ അത്തരം റെക്ടിഫയറുകളുടെ പേരാണ് ഫുൾ വേവ് റെക്ടിഫയർ. നോക്കൂ, രണ്ട് ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സൃഷ്ടിച്ചെടുക്കാം. ദിസ് ഈസ് അറേഞ്ച്മെന്റ്. നേരത്തെ വെച്ചതുപോലെ നോക്കുക, ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ആണ്, ചെറിയ വോൾട്ടേജ് ഇവിടെ വരും. ഒരു ഡയോഡിന് പകരം രണ്ട് ഡയോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയോഡ്
ട്രാൻസ്ഫോമറിന്റെ സെന്ററിൽ നിന്ന് ഒരു കണക്ഷനിലൂടെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സെന്ററിൽ നിന്ന് കണക്ഷൻ എടുക്കുന്ന ട്രാൻസ്ഫോമറിനെ വിളിക്കുക സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്നാണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫുൾ വേവിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം ഇതാണ്, അവിടെ ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെ വേണം. ഡയോഡ് ഒന്നിന് പകരം രണ്ടെണ്ണമായി. നോക്കൂ, ഈ ഡയോഡുകൾ തമ്മിൽ ഒരു കോമൺ പോയിന്റിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള കണക്ഷൻ ഈ സെന്റർ ടാപ്ഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ സെന്റർ ടാപ്ഡിന്റെ പ്രത്യേകത, ഇത് പോസിറ്റീവ് ടെർമിനലായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് താഴത്തെ ടെർമിനൽ എന്താണ്, നെഗറ്റീവ് ടെർമിനലായിരിക്കും, ലോവർ പൊട്ടൻഷ്യലാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് താഴത്തേക്ക് 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 വരുംതോറും ഈ ഭാഗത്തെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ഇതാണെങ്കിൽ ഇത് നെഗറ്റീവ് വിളിക്കാം. കാരണം ഇതിനെ അപേക്ഷിച്ച് ഇത് താഴ്ന്ന പൊട്ടൻഷ്യലാണ്, ഏറ്റവും താഴ്ന്ന പൊട്ടൻഷ്യൽ ഇതുമാണ്. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകും തോറും ഇതിനേക്കാൾ കൂടിയ വിലയാണ്. അപ്പൊ ഇതിനെ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ഹയർ പൊട്ടൻഷ്യലാണ്. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ നെഗറ്റീവ് ആകുന്ന കൊടുത്ത എന്താ അർത്ഥം, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ലോവർ പൊട്ടൻഷ്യലാണ്. ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ, പോസിറ്റീവ് നെഗറ്റീവ്. ലോവസ്റ്റ് പൊട്ടൻഷ്യലായ ഈ നെഗറ്റീവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന എല്ലാ പോയിന്റുകളും ഹയർ പൊട്ടൻഷ്യലാണ്. അപ്പൊ ഈ സെന്റർ ടാപ്ഡ് ടെർമിനലില് ഇവിടെ കണക്ഷൻ വന്നാൽ ഇത് ലോവസ്റ്റ് ആണെങ്കിൽ ഇത് ഹയർ പൊട്ടൻഷ്യൽ ആണ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് പോസിറ്റീവ്. ആ സെന്ററിൽ നിന്ന് കണക്ഷൻ അടുത്ത ടെർമിനലുമായി കൂട്ടിമുട്ടാതെ ഞാൻ ലോഡ് റെസിസ്റ്റൻസിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറന്റ് ഒഴുകുമ്പോൾ റെസിസ്റ്റൻസിലൂടെ ഒഴുകിയാൽ ഇവിടെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഓക്കെ, എങ്ങനെയാണ് ഒരു ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യണം നോക്കൂ. 230 വോൾട്ട് AC കൊടുത്തു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ ചെറുതാക്കി 6-12 വോൾട്ട് ആക്കി കുറച്ചു. എന്തായാലും അത് AC ആണ്. ACയുടെ ഫസ്റ്റ് ഹാഫിൽ ഈ ടെർമിനൽ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ ഈ ടെർമിനൽ നെഗറ്റീവ് ആണ്, ശരിയല്ലേ? ഡയോഡിന്റെ P റീജിയൻ പോസിറ്റീവിനോട് കണക്ഷൻ വന്നു, D1ന്റെ. അതിന്റെ N റീജിയൻ, N റീജിയൻ, ഈ N റീജിയൻ ഈ ഡയോഡിലേക്ക് അല്ല കണക്ഷൻ വരുന്നത്, ഈ കാണുന്ന റെസിസ്റ്റൻസിലൂടെ ഈ ടെർമിനലിലേക്ക് കണക്ഷൻ എത്തും, സെന്ററിലേക്ക് കണക്ഷൻ എത്തും. സെന്റർ ഈ പൊട്ടൻഷ്യലിനെ അപേക്ഷിച്ച് ഇവിടെ താഴ്ന്ന പൊട്ടൻഷ്യലാണ്, സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പൊ ഡയോഡ് D1 P റീജിയൻ പോസിറ്റീവിനോടും N റീജിയൻ നെഗറ്റീവിനോടും എന്ന് പറയുന്ന തരത്തിൽ കണക്ഷൻ വന്നു. സോ ദിസ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. D2ലേക്ക് നോക്കാം. D2ല് P റീജിയൻ നെഗറ്റീവിനോടാണ്. P റീജിയൻ നെഗറ്റീവിനോട് വന്നാൽ അത് റിവേഴ്സ് ബയാസാ. N റീജിയൻ ഇതാ പോയിരിക്കണം, ഈ കണക്ഷൻ ഇങ്ങനെ പോയി റെസിസ്റ്റൻസിലൂടെ സെന്ററിൽ തിരിച്ചെത്തി. അത് ഹയർ പൊട്ടൻഷ്യൽ ഇതിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഡയോഡ് D2 P റീജിയൻ നെഗറ്റീവിനോടും N റീജിയൻ പോസിറ്റീവിനോടും എന്ന അർത്ഥം വന്നു. അപ്പൊ D2 റിവേഴ്സ് ബയാസും D1 ഫോർവേഡ് ബയാസും ആണ്. D1ലൂടെ കറന്റ് ഒഴുകും, അത് റെസിസ്റ്റൻസിലൂടെ ഒഴുകും, ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു വോൾട്ട് മീറ്റർ വെച്ച് അളന്നാൽ ഇവിടെ വോൾട്ടേജ് കിട്ടും. സോ യു ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് AC. ശരിയല്ലേ? ACയുടെ ആദ്യത്തെ ഹാഫിൽ നിങ്ങൾക്ക് പുറമെ വോൾട്ടേജ് കിട്ടും. അടുത്ത ഹാഫിൽ ഈ പോസിറ്റീവ് ഭാഗം നെഗറ്റീവ് ആയിട്ട് മാറും. ഈ നെഗറ്റീവ് ഭാഗം എന്താവും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ഇത് ലോവസ്റ്റ് പൊട്ടൻഷ്യൽ ആണ്, ഇത് ഹൈയസ്റ്റ് പൊട്ടൻഷ്യൽ ആണ്. ഈ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ അപേക്ഷിച്ച് താഴത്തേക്ക് 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 വരും തോറും ഈ ഭാഗം ഹയർ പൊട്ടൻഷ്യൽ ആവും. ഇതിനെ അപേക്ഷിച്ച് ഇത് ഹയർ പൊട്ടൻഷ്യൽ ആണ്. കേറി 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 എന്നാൽ ഇത് ഹയസ്റ്റ് പൊട്ടൻഷ്യലാണ്. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് നടുഭാഗത്ത് ഏത് പൊട്ടൻഷ്യലായി മാറും? ലോവസ്റ്റ് പൊട്ടൻഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് D1 എന്ന് പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയാസിലേക്ക് പോകും. കാരണം P റീജിയൻ നെഗറ്റീവിനോടും N റീജിയൻ എന്ന് പറയുന്നത് പോസിറ്റീവിനോടാ, അത് റിവേഴ്സ് ആവും, ഇത് കണ്ടക്ട് ചെയ്യില്ല. D2 എന്ന് പറയുന്ന ഡയോഡ് നേരെ തിരിയും. D2വിന് P റീജിയൻ പോസിറ്റീവിനോടും N റീജിയൻ റെസിസ്റ്റൻസിലൂടെ നെഗറ്റീവിലേക്കും വന്നു. ദാറ്റ് മീൻസ് D2 is in forward bias. This will conduct and you get current through the resistance and you get a voltage across that resistance. That means output voltage is obtained in the negative half of AC also. ACയുടെ നെഗറ്റീവ് ഹാഫിൽ പുറമെ വോൾട്ടേജ് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ വിട്ട് കളഞ്ഞ ഭാഗത്തെ ഇവിടെ ചേർത്ത് വരയ്ക്കും. കണ്ടോ, രണ്ടാമത്തെ ഭാഗം കൂടി വന്നു. നെഗറ്റീവിലുള്ള ഭാഗത്തെ പോസിറ്റീവിലേക്ക് കയറ്റി കിട്ടി. രണ്ട് ഹാഫും കിട്ടാൻ കാരണം ഓരോ ഹാഫിനെയും ഓരോ ഡയോഡാ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത സെക്ഷനിൽ വീണ്ടും മാറും, ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും, നേരത്തെ പോലെ അടുത്ത ഹാഫ് കിട്ടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ ഫലമായി ACയുടെ രണ്ട് ഹാഫിനെയും നിങ്ങൾക്ക് ഇവിടെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് റെക്ടിഫയർ ഈസ് നോൺ ആസ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ എടുത്തു കഴിഞ്ഞതിന്റെ ഫ്രീക്വൻസി നോക്കാം. ഇവിടുത്തെ ACയുടെ ഫ്രീക്വൻസി എന്താ? ഒരു സെക്കൻഡിൽ 50 തവണ നിങ്ങൾ പോസിറ്റീവ് ഹാഫ് കണ്ടാൽ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡിൽ പോസിറ്റീവ് ഹാഫ് കിട്ടുന്നുണ്ട്,
അതിന്റെ കൂടെ തന്നെ നെഗറ്റീവിലുള്ള ആളെയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇരട്ടിച്ചു പോസിറ്റീവിന്റെ എണ്ണം. അപ്പൊ ഒരു സെക്കൻഡിൽ അവിടെ 50 ആണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര കിട്ടും? അവിടെ 100 പോസിറ്റീവ് ഫിഗറെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഇരട്ടി ഉണ്ടാവും ഫുൾ വേവ് റെക്ടിഫയർ. സോ എഫ് ഔട്ട് ഇസ് ഈക്വൽ ടു 2Fn. And this explain how a full wave rectifier is working. You look into the new topic digital electronics. നമുക്ക് ഇലക്ട്രോണിക് സിഗ്നലുകളെ 2 സിഗ്നലുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അനലോഗ് സിഗ്നലുകൾ എന്നാണ് വിളിക്കുക. നമ്മൾ കണ്ടുപോയിട്ടുള്ള AC സിഗ്നലിന്റെ രൂപമാണ് അതിനുള്ളത്. രണ്ടാമത്തെ സിഗ്നലിനെ വിളിക്കുക ഡിജിറ്റൽ സിഗ്നലുകൾ എന്നാണ്. അനലോഗ് സിഗ്നലിന്റെ പ്രത്യേകത, ഈ സിഗ്നലിന് ഇതിന്റെ വില 0-ൽ നിന്ന് 5 വോൾട്ട് വരെ മാക്സിമത്തിലേക്ക് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് കുറഞ്ഞ് 0-ലെത്തും. പിന്നീട് പോസിറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്ത ആൾ എവിടേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്? നെഗറ്റീവിലേക്കാണ്. ഇത് വീണ്ടും 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 ആവർത്തിച്ചു വരും. അപ്പൊ ഈ സിഗ്നലിന്റെ പ്രത്യേകത നിരന്തരം വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സിഗ്നൽ, ഡയറക്ഷൻ കൃത്യമായ ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന സിഗ്നൽ. ഇത്തരം സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് അനലോഗ് സിഗ്നൽ. ഇത്തരം സിഗ്നലുകൾ ചെയ്യുമ്പോൾ ഇതിന്റെ വില നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ സിഗ്നൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റിൽ പുറമേ നിന്നുള്ള അൺവാണ്ടഡ് സിഗ്നൽസ് കയറി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അൺവാണ്ടഡ് സിഗ്നൽസിനെ വിളിക്കുക നോയ്സ് എന്നാണ്. ഇപ്പൊ നോയ്സ് കൂടുതൽ കയറി വരാൻ സാധ്യതയുള്ള ഒരു സിഗ്നലാണ് അനലോഗ് സിഗ്നൽ. എന്നാൽ വേറൊരു തരം സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നലിന്റെ പ്രത്യേകത, ഇതിനാകെ 2 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. വേരിയേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് സിഗ്നലുകൾ അഥവാ നോയ്സുകൾ അത്തരം സിഗ്നലുകളിൽ കയറി വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്തരം സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ. ആൻഡ് ദിസ് ഈസ് ദ ഫിഗർ ഓഫ് എ ഡിജിറ്റൽ സിഗ്നൽ. ഈ സിഗ്നലിന്റെ പ്രത്യേകത, ഈ സിഗ്നൽ ഒരു പ്രത്യേക വോൾട്ടേജിൽ കുറെ നേരം ഇരിക്കും. അത് കഴിഞ്ഞാൽ നേരെ ഏറ്റവും കുറഞ്ഞ വോൾട്ടേജിലേക്ക് ചാവും. അവിടെ കുറെ നേരം ഇരിക്കും. വീണ്ടും അടുത്ത ഹൈ വോൾട്ടേജിലേക്ക് പോകും. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേറ്റ് ആ വോൾട്ടേജിനില്ല, ആ സിഗ്നലിനില്ല. ഒരു ഹൈ വോൾട്ടേജ് സ്റ്റേറ്റ് ഉണ്ട്. അത് 5 വോൾട്ട് ആണെങ്കിൽ ഒരു 5 വോൾട്ട് സ്റ്റേറ്റ് കിട്ടും. പിന്നെ 0 വോൾട്ട് സ്റ്റേറ്റ് കിട്ടും. ഒന്നുകിൽ വോൾട്ടേജ് ഉണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ല എന്ന സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 2 സ്റ്റേറ്റ് മാത്രമുള്ള സിഗ്നൽ ആയതുകൊണ്ട് വേരിയേഷൻ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് വേരിയേഷൻ ഇല്ലാത്തത് കൊണ്ട് നോയ്സുകൾ കയറി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ സ്ഥിരം സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് വിളിക്കുന്നത്. ആ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിക്കാൻ പോകുന്നത്. 2 സ്റ്റേറ്റ് മാത്രമുള്ളത് കൊണ്ട് ഈ കാണുന്ന സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരു നമ്പർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത, അതിൽ ആകെ 2 നമ്പറേ ഉള്ളൂ. ഒന്ന് 0, അത് കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ പിന്നെ 2 എന്ന് പറയുന്ന നമ്പർ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ ഡെസിമൽ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിക്കുന്നു. 9 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സിസ്റ്റത്തിൽ സംഖ്യയില്ല. അതുകൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ തവണ ആവർത്തിക്കുക എന്ന രീതിയിൽ 1 ഇടും. വീണ്ടും ഇത് തന്നെ ഇട്ട് തുടങ്ങും. 0, 1, 2 അങ്ങനെ 19 വരെ പോകും. വീണ്ടും ആവർത്തിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ തവണ ആവർത്തിക്കണമെന്ന് 2 ഇടും. വീണ്ടും ഇത് തന്നെ ഇട്ടു. 2021 29. ഇതാണ് നമ്മൾ ഡെസിമൽ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. കാരണം 0 മുതൽ 9 അക്കുള്ള സംഖ്യകൾ അവിടെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഡിജിറ്റൽ സിഗ്നൽ റെപ്രസെന്റ് ചെയ്യാൻ ആകെ 2 നമ്പറിന്റെ ആവശ്യമുള്ളൂ. ഒന്ന് 0 പിന്നെ ഒന്ന് 1. അങ്ങനെയെങ്കിൽ 2 എന്ന് പറയുന്ന സംഖ്യ എങ്ങനെ എഴുതും? 2 എന്നുള്ള സംഖ്യ എഴുതണമെങ്കിൽ ഈ 1 എന്ന് പറയുന്ന സംഖ്യ മുകളിലേക്ക് എടുത്ത് എഴുതി വീണ്ടും ആവർത്തിക്കണം. ആവർത്തിക്കുമ്പോൾ 10 എന്ന് കിട്ടും. 10 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? 2 ആണ്. അങ്ങനെയാണെങ്കിൽ 0നോട് 1 കൂടെ ചേർത്താൽ 11 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് നമ്പറുകൾ ആഡ് ചെയ്ത് പോകാം. ഈ നമ്പർ ഈ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ വളരെ സ്യൂട്ടാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റം വെച്ചുകൊണ്ടാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ നമ്പർ കൊടുത്താൽ വർക്ക് ചെയ്യുന്നല്ല. അതിന്റെ അർത്ഥം ആ നമ്പർ ഓരോ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. 0 എന്ന് പറഞ്ഞാൽ 0 സ്റ്റേറ്റ്, 0 വോൾട്ടേജ്. 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 0യിൽ നിന്ന് 1 കിട്ടണമെങ്കിൽ 0യോട് കൂടി 1 കൂട്ടണം.
0 കൂട്ടണം 1 എത്രയാ? 1 ആണ്. ഒന്നിനോട് ഒന്നും കൂടെ ചേർത്തെങ്കിൽ 2 ആവുള്ളൂ. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് കിട്ടേണ്ടത്. പക്ഷെ 2 എന്നുള്ളതിൽ എങ്ങനെ എഴുതുക? അത് 10 എന്നാണ് എഴുതുക. ഇതാണ് വ്യത്യാസം. This is 2, this is 1. So 1 + 1, 1 0. 0 + 1, 1. This is the addition rule in binary number system. ഇങ്ങനെ ചേർന്ന് എഴുതുമ്പോൾ ക്യാരി ആയിട്ട് ബാക്കിലേക്ക് നമ്മൾ നമ്പറുകളെ എടുത്തു വെക്കും. എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യകളോട് കൂട്ടിയിട്ടാണ് ടോട്ടൽ വാല്യൂ എഴുതാറുള്ളത്. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ബൈനറി നമ്പർ അഡീഷൻ വരുന്നത്. സോ there are 2 types of signals, analog signal and digital signal. An electronic component that is working based on digital signal is called digital electronic device. നോക്കൂ, ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസിൽ ഈ 0, 1 എന്ന് പറയുന്നത് 2 സ്റ്റേറ്റുകൾ, 2 വോൾട്ടേജുകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ ലോജിക്കൽ സിമ്പൽ. 0 വോൾട്ട്, 1 5 വോൾട്ട്. ഇങ്ങനെ ലോജിക്കലായിട്ടുള്ള റിലേഷൻസ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടിലേക്ക് ഒരു ലോജിക്കൽ റിലേഷൻ തരുന്ന ഇലക്ട്രോണിക് കമ്പോണന്റുകളുണ്ട്. ആ ഇലക്ട്രോണിക് കമ്പോണന്റുകളെയാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണന്റുകളുടെ പേരാണ് ലോജിക് ഗേറ്റ്സ്. അങ്ങനെ പേര് വിളിക്കാൻ തന്നെ കാരണം there is a logical relationship between input signal and output signal. നമ്മൾ കൊടുക്കുന്ന സിഗ്നലും പുറമെ കിട്ടുന്ന സിഗ്നലുകളും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് നിലനിർത്തുന്ന കമ്പോണന്റുകൾ ആയതുകൊണ്ടാണ് അതിനെ ലോജിക് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു എൻട്രി ആണ്. ചില ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് അത് പാസ് ചെയ്യും, ചിലത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വിടില്ല. ഗേറ്റ് പോലെ തന്നെ അത് പ്രവർത്തിക്കും. So it is called logical gate. Logic gates are basic building blocks of digital electronic devices. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ അടിസ്ഥാനപരമായ നിർമ്മാണ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ലോജിക് ഗേറ്റ്സ്. പ്രധാനമായിട്ടും അടിസ്ഥാനപരമായ നിർമ്മാണ ഘടകമായി പ്രവർത്തിക്കുന്നത് 5 ഗേറ്റുകളാണ്. 5 ലോജിക് ഗേറ്റുകളാണ്. ഒന്നിനെ ഓർ ഗേറ്റ് എന്ന് വിളിക്കും, ഒന്നിനെ ആൻഡ് ഗേറ്റ് എന്ന് വിളിക്കും, ഒന്നിനെ നോട്ട് ഗേറ്റ് എന്ന് വിളിക്കും. പിന്നുള്ളതൊന്ന് നാൻഡ് ഗേറ്റും ഒരു നോർ ഗേറ്റും എന്ന് പറഞ്ഞിട്ട് 5 ഗേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെയും ഗേറ്റുകളുണ്ട്. ഈ ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നോക്കൂ, അതില് ആ ലോജിക് ഗേറ്റിന്റെ പ്രത്യേകത 2 സിഗ്നൽ കൊടുക്കാനുള്ള ടെർമിനൽ ഭൂരിഭാഗം ഗേറ്റുകൾക്കും ഉണ്ടാവും. 2 ഇൻപുട്ടുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും, പുറമേക്ക് സിഗ്നൽ തരുന്ന ഒരു ടെർമിനൽ. 2 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടുമുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കാത്തു സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് അറേഞ്ച്മെന്റുകളെ കമ്പോണന്റുകളെ വിളിക്കുന്ന പേരാണ് ലോജിക് ഗേറ്റ്സ്. അപ്പൊ നമ്മൾ സിഗ്നൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് സിഗ്നൽ കിട്ടും എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ടേബിൾ എല്ലാ ഗേറ്റുകൾക്കും ഉണ്ടാവും. ഒരു ലോജിക് ഗേറ്റിന്റെ വർക്കിംഗ് ടേബിളിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനെ കാണിക്കുന്ന ഗേറ്റിന്റെ ടേബിളിന്റെ പേരാണ് ട്രൂത്ത് ടേബിൾ. ഇത് ഫോളോ ചെയ്യുന്ന റിലേഷൻ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താൽ ഒരു ലോജിക്കൽ സിമ്പൽ അതിന് വരും. ദാറ്റ് മാത്തമാറ്റിക്കൽ റിലേഷൻ ഈസ് കോൾഡ് ബൂളിയൻ റിലേഷൻ. Boolean relation. A relationship between input terminal and output terminal is mathematically represented. That representation is called Boolean relation. നമുക്ക് ഓരോ ഗേറ്റുകളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. 5 ഗേറ്റുകളാണ് പ്രധാനമായിട്ട് നമുക്ക് പരിചയപ്പെടാം. This is the first gate, OR gate. First logic gate that consists of 2 inputs and 1 output. And this is the symbol of OR gate. നോക്കൂ, 2 ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കൊടുക്കാവുന്ന സിഗ്നലുകളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിൽ 0 സ്റ്റേറ്റ് കൊടുക്കാം, ബിക്ക് 0 സ്റ്റേറ്റ് കൊടുക്കാം. അതുകൊണ്ട് എക്ക് 0യും ബിക്ക് 0യും കൊടുത്താൽ ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരുന്നത് 0 വോൾട്ട് തന്നെയായിരിക്കും. അതാണ് ഈ ഗേറ്റിന്റെ പ്രത്യേകത. 0യും കൊടുത്ത ഔട്ട്പുട്ട് എന്താണ്? 0 കിട്ടും ഈ ഗേറ്റ്. അടുത്തത് ഞാൻ എക്ക് 0 കൊടുക്കുന്നു, ബിക്ക് 1 കൊടുക്കുന്നു. നോക്ക്, എക്ക് 0യും ബിക്ക് 1ഉം കൊടുത്താൽ ഈ ഔട്ട്പുട്ട് പുറമേക്ക് 1 എന്ന് പറയുന്ന സിഗ്നലിനെ തരും. എന്ന് വെച്ചാൽ 5 വോൾട്ട് അവിടേക്ക് സിഗ്നൽ വരും എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 0 1 എനിക്ക് റിസൾട്ട് എന്ത് എഴുതാം? 1. നേരെ തിരിച്ചു, എക്ക് ഞാൻ 1ഉം ബിക്ക് 0യും തികച്ചും വ്യത്യസ്തമായ ഓപ്ഷനുകളാണ്.
എക്ക് 1ഉം ബിക്ക് 0യും കൊടുത്താൽ അപ്പോഴും ഇതിന്റെ ഔട്ട്പുട്ടിൽ സിഗ്നലിന് കിട്ടും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 1. അടുത്ത ഓപ്ഷൻ എക്ക് 1 ബിക്ക് 1. എക്ക് 1ഉം ബിക്ക് 1ഉം കൊടുത്താൽ ഈ പറയുന്ന രണ്ട് സിഗ്നലും കൂടി ഒരുമിച്ച് കൊടുത്താൽ അപ്പോഴും പുറമേക്ക് സിഗ്നൽ കിട്ടും. സിഗ്നൽ ഉണ്ടായിരിക്കും, സിഗ്നൽ വോൾട്ടേജ് കിട്ടിയിരിക്കും. വോൾട്ടേജ് ഉണ്ട് എന്ന് പറയുന്നത് നമ്പർ 1 ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 1. ഇപ്പോഴാണ് ഈ ഗേറ്റിന്റെ ഇൻപുട്ടിൽ നിങ്ങൾ സിഗ്നൽ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് സിഗ്നൽ കിട്ടുന്നു എന്നുള്ള റിലേഷനെ കാണിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ആയത്. ഇൻപുട്ട് 2 ഔട്ട്പുട്ട് 1. This table explains how this gate is working. So this table is called truth table of OR gate. Truth table ശ്രദ്ധിച്ചു നോക്കിയേ. 0 0ക്ക് 0, 0 1ന് 1, 1 0ന് 1, 1 1നും 1. 0 കൂട്ടണം 0 0, 0 കൂട്ടണം 1 1, 0 1 കൂട്ടണം 0 1. 1 + 1 2 കിട്ടുന്നതിന് പകരം എന്താണ് 1 ആണ്. അതിന്റെ അർത്ഥം വോൾട്ടേജ് കൊടുത്തു പുറമേക്കും വോൾട്ടേജ് കിട്ടി എന്നാണ് അർത്ഥം. സോ ഇറ്റ് ഈസ് എ ലോജിക്കൽ റിലേഷൻ. ഇവിടെ നടത്തിയിരിക്കുന്നത് അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് അഡീഷൻ എന്നുള്ള പ്രോസസ് ആണ് ഈ ഗേറ്റ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ വർക്കിങ്ങിനെ കാണിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ റെപ്രസെന്റ് ചെയ്യുക y = a കൂട്ടണം b എന്നാണ്. എക്സാക്ട് അഡീഷൻ ആണോ? അല്ല, ലോജിക്കൽ അഡീഷനാ. അതുകൊണ്ട് ഞാനൊരു വട്ടത്തിന്റെ ഉള്ളിലാണ് കാണിക്കാം. So this is the mathematics used to represent operation of this gate. So this is the Boolean equation. ഏത് ഗേറ്റ് പറയുമ്പോഴും സിമ്പിൾ വേണം, ട്രൂത്ത് ടേബിൾ വേണം, ബൂളിയൻ ഇക്വേഷൻ വേണം. So OR gate is a gate that do the mathematics addition. അഡീഷൻ നടത്തുന്ന ഗേറ്റിന്റെ പേരാണ് OR gate. രണ്ടാമത്തെ ഗേറ്റ് നോക്കിയാൽ രണ്ടാമത്തെ ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് AND gate. നോക്കൂ, അഡീഷൻ എന്ന് കാണിക്കുന്നതുകൊണ്ടാണ് അവിടെ പ്ലസ് ഇട്ടത് വട്ടത്തിന്റെ ഉള്ളിൽ. ഓക്കെ, ആൻഡ് ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ സിംബൽ ഓഫ് ആൻഡ് ഗേറ്റ്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് y, ദിസ് ഈസ് a ആൻഡ് ദിസ് ഈസ് b. ഇതിന്റെ പുറകിൽ വരുന്ന ഭാഗം സ്ട്രെയിറ്റ്, ഇവിടെ കർവ്ഡ് ആണ്. ഫ്രണ്ടിൽ വരുന്ന എക്സാർ സർക്കിളിന്റെ പകുതി സെമി സർക്കിളാണ്. ഇവിടെ സർക്കിൾ ആയിട്ടല്ല വരച്ചിരിക്കുന്നത്, ആർക്കായിട്ടാണ്. So this is the symbol of AND gate. It consists of 2 inputs and 1 output. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന 4 ഓപ്ഷൻ കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് കാണിക്കുന്ന ടേബിൾ വരയ്ക്കണം. So this is the truth table of AND gate. നോക്കൂ, AND ഗേറ്റിന് നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ A ഇൻപുട്ട്, B ഇൻപുട്ട്, Y ഔട്ട്പുട്ട് കൊടുത്താൽ ആദ്യം കൊടുക്കുന്ന ഓപ്ഷൻ രണ്ടു പേർക്കും 0. ഇവിടെയും 0 കൊടുത്തേ ഗേറ്റ് ഔട്ട്പുട്ടിൽ 0 തരും. അടുത്ത ഓപ്ഷൻ എക്ക് 0 ബിക്ക് 1. അതെല്ലായിടത്തും സെയിം ആണ് കേട്ടോ, രണ്ട് സൈഡിൽ ഇൻപുട്ടിൽ. എല്ലാ ഗേറ്റിനും ഈ ഭാഗം സെയിം ആണ്. 0യും 1ഉം കൊടുത്താൽ ഇത് 0 തരും. ഇയാൾ 1 തന്നെങ്കിൽ അയാൾ 0 തരും. എക്ക് 1ഉം ബിക്ക് 0യും കൊടുത്താൽ ഇയാൾ അപ്പോഴും 0 തരും. നോക്കൂ, ഓർ ഗേറ്റ് അപ്പൊ 1 തന്നിട്ടുള്ള കേട്ടോ. അടുത്തത് എക്ക് 1ഉം ബിക്ക് 1ഉം കൊടുത്താൽ ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടും. ദാറ്റ് മീൻസ് 1 1 = 1 എന്ന രീതിയിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ കിട്ടുന്നത്. ആൻഡ് ദിസ് ടേബിൾ എക്സ്പ്ലെയിൻസ് ദ വർക്കിംഗ് ഓഫ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്താന്ന് നോക്കിക്കോളൂ. മാത്തമാറ്റിക്സിലെ 0 0 0 0 × 0 0 അങ്ങനെ എഴുതാം. 0 1 0 0 × 1 0 കിട്ടി. 1 × 0 0 കിട്ടി. എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ നടത്തിയിരിക്കുന്നത്. 1 × 1 1 എക്സാക്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. So multiplication gate is AND gate. Therefore the mathematics represented by A ഗുണിക്കണം B, A into B, A dot B. But this is a logical multiplication, so it is represented by inside a circle. ഇവിടെ inside circle plus ഇട്ടത്. So this is the mathematical equation which is known as Boolean equation. Now you identify what is AND gate, what is its symbol, what is its Boolean equation, and what is the working table of AND gate. This is an multiplication gate, this is an addition gate. ഇപ്പൊ രണ്ട് ഗേറ്റ് ആയി. മൂന്നാമത്തെ ലോജിക് ഗേറ്റിന്റെ പേരാണ് നോട്ട് ഗേറ്റ്. തലതിരിക്കുന്ന ഗേറ്റ് എന്നാണ് വിളിക്കുക. ഇൻവെർട്ടിംഗ് ഗേറ്റ് എന്നും വിളിക്കാറുണ്ട്. ഈ ഗേറ്റിന്റെ പ്രത്യേകത, ഇതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ സിംബൽ ഓഫ്
നോട്ട് ഗേറ്റ്. ഒരു ഇൻപുട്ട് മാത്രമുള്ളത് കൊണ്ട് ഇതിന് കൊടുക്കാവുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യം എക്ക് 0 കൊടുക്കാം, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വരും. പിന്നെ എക്ക് 1 കൊടുക്കാം, അപ്പൊ ഒരു ഔട്ട്പുട്ട് വരും. അതിന്റെ അപ്പുറത്തേക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു ടെർമിനലേ ഉള്ളൂ. ഒരു ടെർമിനൽ 2 ഓപ്ഷൻ കൊടുക്കും. 2 ടെർമിനൽ വരുമ്പോൾ അത് 4 ഓപ്ഷൻ ആയിട്ട് മാറണം. അതുകൊണ്ട് ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെ രേഖപ്പെടുത്താം. എക്ക് 0 കൊടുത്താൽ, ഇവിടെ 0 എന്നുള്ള വോൾട്ടേജ് കൊടുത്താൽ ഈ ഗേറ്റ് ഔട്ട്പുട്ടിൽ 1 തരും. ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ 1 കൊടുത്താൽ, വോൾട്ടേജ് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് വോൾട്ടേജ് കിട്ടില്ല. 1 കൊടുത്താൽ 0 വോൾട്ടേജ് വരും. അതുകൊണ്ട് 0യെ 1 ആയിട്ട് തലതിരിക്കുന്നു, 1നെ 0 ആക്കി തലതിരിക്കുന്നു. സോ ദാറ്റ് ഗേറ്റ് ഈസ് നെയ്മഡ് ആസ് ഇൻവേർട്ടിംഗ് ഗേറ്റ്. തലതിരിക്കുന്നു, നെഗേഷൻ നടത്തുന്നു എന്നാണ് പറയാറുള്ളത്. തലതിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കിട്ടുന്നതിന്റെ മുകളിൽ ഒരു വര വരയ്ക്കും, ഒരു ബാർ കൊടുക്കും. അപ്പൊ എ ആണ് ഇൻപുട്ട് എങ്കിൽ ഉത്തരം എന്തായിരിക്കും? എ ബാർ എന്നാണ് വായിക്കുക. എ തലതിരിച്ചതായിരിക്കും. അപ്പൊ 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന വോൾട്ടേജിനെ തലതിരിച്ച് കിട്ടുന്ന ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും മാത്രമുള്ള ഗേറ്റിന്റെ പേരാണ് നോട്ട് ഗേറ്റ്. ദിസ് ഈസ് ദ തേർഡ് ഗേറ്റ്. അടുത്ത ഗേറ്റിന്റെ പേരാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക: നോട്ട് ഗേറ്റ് പ്ലസ് ഓർ ഗേറ്റ്. 2 ഗേറ്റുകൾ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്നത്, നോട്ടും ഓറും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ഗേറ്റിന്റെ പേരാണ് നോർ ഗേറ്റ്. അപ്പൊ ഓർ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് എടുത്ത് ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താൽ ഈ 2 സിമ്പലും കൂടി ചേർത്ത് വരച്ചാൽ കിട്ടുന്ന ഗേറ്റിന്റെ പേരാണ് നോർ ഗേറ്റ്. ഇത് എ ടെർമിനൽ, ഇത് ബി ടെർമിനൽ, ഇത് വൈ. വൈ ഈക്വൽ ടു എന്താ? എ പ്ലസ് ബി ആണ് നമുക്കറിയാം. അത് കൊടുത്തു കിട്ടിയാൽ അതിന്റെ തലതിരിക്കും. അപ്പൊ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എ കൂട്ടണം ബി അല്ല, അത് തലതിരിച്ചതാണ്. അപ്പൊ മേലൊരു വരട്ട് കൊടുക്കും, എ പ്ലസ് ബി ബാർ. ഈ 2 ഗേറ്റുകളും കൂടി ചേർന്ന ഒറ്റ സിമ്പൽ ആയിട്ടാണ് നോർ ഗേറ്റ് വരയ്ക്കാറുള്ളത്. ദിസ് ഈസ് ദ സിമ്പൽ ഓഫ് നോർ ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ മുഴുവൻ ഭാഗവും എടുക്കും, നോർ ഗേറ്റിന്റെ വട്ടവും എടുത്ത് വരയ്ക്കുന്ന ഇതാണ് നോർ ഗേറ്റിന്റെ സിമ്പൽ ആയിട്ട് വരയ്ക്കുക. ഇതല്ല, ഇത് മായ്ക്കാനിക്കുക. 2ഉം കൂടി ചേരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരച്ചത്. അപ്പൊ എയും ബിയും കൂടി ഓർ കൊടുത്ത് തലതിരിച്ചാൽ കിട്ടുന്ന ബൂളിയൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? y is equal to a കൂട്ടണം b. അത് തലതിരിച്ചത്. സോ ഇറ്റ് ഈസ് y is equal to a plus b bar. This is the Boolean equation. നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തു. ഓർ ഗേറ്റ് എന്താണ് കിട്ടുന്നത് എന്നെങ്കിൽ അതിന് തലതിരിച്ചിട്ടാൽ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആയി. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് നോർ ഗേറ്റ്. ഏതൊക്കെ ഓപ്ഷനെ കൊടുക്കുക? എക്ക് 0, ബിക്ക് 0, 0 0 0 0 കൊടുത്താൽ ഓർ ഗേറ്റ് അതിനെ കൂട്ടും, അപ്പൊ 0 കിട്ടും. അതിനെ തലതിരിച്ചു, അപ്പൊ അത് 1 ആയി. ഇതായിരിക്കും ഔട്ട്പുട്ട്. 0 1 0 1 കൊടുത്താൽ ഓർ ഗേറ്റ് 1 തരും, അതിനെ തലതിരിച്ചു, അപ്പൊ അത് 0 ആയി. 1 0 കൊടുത്തു, 1 0 കൊടുത്ത ഓർ ഗേറ്റ് 1 തരും, അതിനെ തലതിരിച്ചു, അപ്പൊ അത് 0 ആയി. അടുത്തത് എക്ക് 1 ബിക്ക് 1 1 1 1 1 കൊടുത്താൽ ഓർ ഗേറ്റ് 1 ആണ് തരിക, അതിനെ തലതിരിച്ചു, അപ്പൊ 0. സോ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് നോർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ ഉത്തരത്തെ തലതിരിച്ചിട്ടാൽ നോർ ഗേറ്റ് ആയി. എ പ്ലസ് ബി കണ്ടതിന് ശേഷം തലതിരിക്കുക. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് y is equal to a plus b negation, ഇൻവേർഷൻ, തലതിരിക്കൽ. സോ ദിസ് ഈസ് ദ ബൂളിയൻ ഇക്വേഷൻ. ഇപ്പൊ നോർ ഗേറ്റിന്റെ സിമ്പലായി, ബൂളിയൻ ഇക്വേഷനായി, ട്രൂത്ത് ടേബിളായി. വളരെ ഈസി ആയിട്ട് നമുക്കത് കള്ളിയിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓർ ഗേറ്റിന്റെ ഓപ്പറേഷൻ സൃഷ്ടിച്ചെടുക്കാം, നാൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷൻ സൃഷ്ടിച്ചെടുക്കാം, നോട്ട് ഗേറ്റിന്റെ ഓപ്പറേഷൻ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നോർ ഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, നോർ ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് അറിയപ്പെടാൻ കാരണം ബാക്കി ആദ്യം പറഞ്ഞ 3 ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിൾ ഈ പറയുന്ന ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്, നോർ ഗേറ്റ്. നെക്സ്റ്റ് ഗേറ്റ് ഈസ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പ്ലസ് ആൻഡ് ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് നാൻഡ് ഗേറ്റ്. എ കോമ്പിനേഷൻ ഓഫ് നോട്ട് ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ് ഈസ് കമ്പൈൻഡ്ലി കോൾഡ് നാൻഡ് ഗേറ്റ്.
ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താൽ അത് നാൻഡ് ഗേറ്റ് ആയി. അപ്പൊ ഇതാണ് ഒരു ആൻഡ് ഗേറ്റ്. രണ്ട് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. ബൂലിയൻ ഇക്വേഷൻ y = a ഗുണിക്കണം b. അത് നേരെ കൊണ്ടുപോയി ഒരു നെഗേഷൻ ഗേറ്റിൽ കൊടുത്തു, ഇൻവേർട്ടിംഗ് ഗേറ്റിൽ കൊടുത്തു. സോ റിസൾട്ട് വിൽ ബി a ഗുണിക്കണം b ബാർ. ഗുണിച്ച കിട്ടിയ ഉത്തരത്തെ തലതിരിച്ചിടണം. ഈ രണ്ട് ഗേറ്റും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു സിമ്പലാണ് നാൻഡ് ഗേറ്റിന് വരിക. അപ്പൊ നേരത്തെ വരച്ചതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ആൻഡ് ഗേറ്റ് മൊത്തം എടുക്കുക. ഇത് എ, ഇത് ബി. ഇതിൽ നിന്ന് ഈ റൗണ്ട് മാത്രം എടുക്കുക. രണ്ടും കൂടി ചേർത്ത് വരച്ചാൽ ഈ രണ്ട് സിമ്പിളും കൂടി വന്നാൽ ഈ ഗേറ്റിന്റെ പേരാണ് നാൻഡ് ഗേറ്റ്. സോ ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് നാൻഡ് ഗേറ്റ്. ഗുണിച്ചിട്ട് തലതിരിക്കണം. സോ ഇറ്റ് ഈസ് എ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ബി ബാർ. സോ ദിസ് ഈസ് ദ ബൂളിയൻ ഇക്വേഷൻ. എ ഗുണിക്കണം ബി, തലതിരിക്കുക. നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. എ ബി വൈ, എക്കും ബിക്കും 0 ആണെങ്കിൽ ആദ്യം എ ബി 0 ആണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ഗുണിക്കണം 0 0. ഇയാൾ തലതിരിച്ചു, അപ്പൊ അവിടെ എന്തായി 1 വരും. അടുത്തത് എക്ക് 0 ബിക്ക് 1, 0 ഗുണിക്കണം 1, ഇയാൾ 1 തരും, അല്ല ഇയാൾ 0 തരും. അതിനെ തലതിരിച്ചു, 0നെ തലതിരിച്ച എത്രയാ 1. അപ്പൊ 0 1ന് 1 കിട്ടും. അടുത്തത് A0 B1, 0 ഗുണിക്കണം 1, ഇവിടെ 0, ഈ ഗേറ്റ് 0 തരും. വട്ടം എന്ന് വെച്ചാൽ ഇൻവേഷൻ നടന്നു, വീണ്ടും 1 ആയി. അപ്പൊ 0 1ന് ഔട്ട്പുട്ട് 1 വന്നു. 1 0 കൊടുത്താൽ എക്ക് 1ഉം ബിക്ക് 0യും കൊടുത്താൽ ഇത് 1 തന്നെ തരും. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 1. 1 1 കൊടുത്താൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആ. 1 ഗുണിക്കണം 1 1 ആണ് വരേണ്ടത്. എന്നാൽ ഇതിനെ തലതിരിച്ചത് കൊണ്ട് 1 1 കൊടുത്താൽ ഔട്ട്പുട്ടിൽ വരാൻ പോണത് 0 ആയിരിക്കും. So this is the truth table followed by NAND gate. ഗുണിച്ച് കിട്ടുന്ന ടേബിളിനെ തലതിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആൻഡ് ഗേറ്റ് പഠിച്ചാൽ ആൻഡ് ഗേറ്റിന്റെ ഉത്തരത്തെ തലതിരിച്ചിട്ടാൽ നാൻഡ് ഗേറ്റിന്റെ ഉത്തരം കിട്ടിയിരിക്കും. ഓക്കെ, ഈ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓർ ഗേറ്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. 3 ഗേറ്റിന്റെ ഓപ്പറേഷൻ തരാൻ പറ്റുന്ന ഗേറ്റ് ആയതുകൊണ്ട് ഇയാളെയും വിളിക്കുക യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ്. ആൻഡ് ദിസ് ഈസ് ദ ബൂളിയൻ ഇക്വേഷൻ. എ ഗുണിക്കണം ബി, എ ഡോട്ട് ബി ബാർ. These are the 5 important gates in digital electronics, the basic building blocks of digital electronics. Okay, ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക് ആണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇന്റഗ്രേറ്റഡ്, സംയോജിപ്പിച്ചിട്ടുള്ള സർക്യൂട്ട് എന്നാണ്. നോക്കൂ, ഒരു സെമി കണ്ടക്ടറിന്റെ ചെറിയൊരു കഷ്ണത്തിന്റെ മുകളിൽ പാസീവ് കമ്പോണന്റുകളായ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസും ആക്റ്റീവ് കമ്പോണന്റുകളായ ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയവയുടെ ഒക്കെ ഫങ്ഷൻസ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന, കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ടെക്നോളജിയുടെ പേരാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒരു കൂട്ടം കമ്പോണന്റുകളുടെ ഫങ്ഷൻ ഒരു ചെറിയ സെമി കണ്ടക്ടർ ചിപ്പിന്റെ മുകളിൽ, IC ചിപ്പ് എന്നാണ് വിളിക്കുന്നത്, ഒരു സെമി കണ്ടക്ടർ സെക്ഷന്റെ മുകളിൽ ഇവരുടെ ഫങ്ഷൻസ് കൊത്തിയെടുത്താൽ ആ സർക്യൂട്ടിനെയാണ് സംയോജിത സർക്യൂട്ട്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ചുരുക്കി IC എന്ന് വിളിക്കും. IC ഇന്നത്തെ ഏത് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും അതിന്റെ മെയിൻ കമ്പോണന്റ് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ പറയുമ്പോൾ മൈക്രോ പ്രൊസസർ എന്ന് പറയാറുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IC ആണ്. ഈ ICക്ക് നിങ്ങൾക്ക് പുറമേക്ക് കുറച്ച് കാലുകൾ മാത്രമേ കാണുള്ളൂ. ഒരു ബ്ലാക്ക് റീജിയൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിലെ, ഗോൾഡ് ഒക്കെ ആണെങ്കിൽ ആ കളറിലൊക്കെ റീജിയൻസ് ഉണ്ടാവും. പുറത്തേക്ക് ലെഗുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതേ ലെഗുകൾ വെച്ചുകൊണ്ട് അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് തരും. നമ്മൾ അത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഉള്ളിൽ ചിലപ്പോ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ട്രാൻസിസ്റ്റർ എല്ലാം കൂടി 10ൽ താഴെ കമ്പോണന്റുകളെ വരുന്നുള്ളെങ്കിൽ അതിനെ സ്മോൾ സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്, SSI. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പോണന്റുകൾ 100ൽ താഴെ ഉണ്ടാവുള്ളൂ, എല്ലാം കൂടി ചേർത്താൽ. 100ൽ താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പോണന്റുകൾ 1000ന്റെ അടുത്തൊക്കെ വരും. ലെസ് ദാൻ 1000 ആണ് അത് വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. ചിലപ്പോൾ 1000ന് മേലേക്ക് കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുക വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നാണ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയ ICയിലെല്ലാം വെരി വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനാണ്. 1000കണക്കിന് 10000കണക്കിന് ഇലക്ട്രോണിക്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണന്റുകളുടെ ഫംഗ്ഷൻ ഒരു ചെറിയ സെമി കണ്ടക്ടർ സെക്ഷന്റെ മുകളിൽ കൊത്തിയെടുത്തിരിക്കുന്ന അവസ്ഥ.
അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പോണന്റുകൾ വെക്കുമ്പോൾ ബൾക്കി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ചെറിയ രൂപത്തിലേക്ക് വന്നു തുടങ്ങി. ഇതിലെല്ലാവരുടെയും പ്രധാന ഭാഗമായിട്ട് വരുന്ന എന്താ, ഇത്രയും ആളുകളുടെ ഫംഗ്ഷൻ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സെമി കണ്ടക്ടർ സെക്ഷൻ വിച്ച് ഈസ് നോൺ ആസ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓർ IC. These are the important focus area based topics of this chapter, semiconductor electronics. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു എന്നുള്ളത് ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. What is half wave rectifier? What is full wave rectifier? What is digital electronic devices? The logic gates, OR gate, AND gate, NOT gate, NOR gate and AND gate. ഈ 5 ഗേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്തത്. ഇവയുടെ ഫംഗ്ഷൻസ് എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഓക്കെ.